Most respected Sri Arif Muhammad Khan, Honorable Governor of Kerala, Advocate P.S. Sridharan Pillai, Honorable Governor of Goa, ഇന്ത്യയൊക്കെയുടെയും വാതിലും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരുടനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പ്രസിഡന്റുമായ മോറവന്മാർ ബെസേലിയോസ് മാർത്തോമ മാത്യു തൃതീയൻ കാതോലിക്ക ബാബ തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരെ, വന്യ കോർപ്പിസ്കോപ്പന്മാരെ, വന്യ എറമ്പാച്ചന്മാർ, ബഹുമാനപ്പെട്ട വൈദികർ, എം പിമാർ, എം എൽ എമാർ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ അടക്കമുള്ള വിവിധ സാമൂഹ്യ നേതാക്കന്മാരടക്കമുള്ളവരെ, അതിലൊക്കെ ഉപരിയായി എൻ്റെ സഹോദരരായ മലങ്കര നസ്രാണികളെ, 2 സഹസ്രാബ്ദം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന മലങ്കര സഭയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ചില നാഴികക്കല്ലുകളുടെ സ്മരണയോടനുബന്ധിച്ചാണ് പരിശുദ്ധ പിതാവ് നമ്മുടെ ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ആത്മാവിൽ നമ്മെ ജനിപ്പിച്ച മാർത്തോമാ ശ്ലീഹായുടെ 1950 രക്തസാക്ഷിത്വ വാർഷികാഘോഷത്തിൻ്റെ സമാപനം, രണ്ടാമതായി അവസാന ശ്വാസം വരെ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും ദേശീയതയും സംരക്ഷിക്കുവാൻ അടരാടിയ മലങ്കര സഭാഭാസുരൻ പരിശുദ്ധനായ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് ആറാമൻ മലങ്കര മെത്രാപ്പോലിത്തായുടെ 90ാം ചരമവാർഷിക ആഘോഷങ്ങളുടെ തുടക്കം, മലങ്കര സഭയുടെ നട്ടെല്ലായ മലങ്കര സഭാ ഭരണഘടനയുടെ നവതി ആഘോഷങ്ങളുടെ പ്രാരംഭം എന്നീ അതീവ പ്രാധാന്യമുള്ള 3 വിഷയങ്ങളാണിവ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ പരിശുദ്ധ മാർത്തോമായ ശ്ലീഹായാൽ ക്രിസ്തുമാർഗത്തിലേക്ക് കടന്നു വരുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് മലങ്കര നസ്രാണികളായ നാം എല്ലാവരും. എല്ലാത്തിൻ്റെയും നന്മകളെ സാംശീകരിക്കുകയും അതിനെ ലോകത്തിന് മുഴുവനായി തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഭാരതീയുടെ വിശ്വസാഹോദര്യ ദർശനത്തിലേക്കാണ് 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ ഏകനായി കടന്നു വന്നത്. മൈലാപ്പൂരിൽ ചിന്തപ്പെട്ട അദ്ദേഹത്തിൻ്റെ രക്തത്തിന്മേലാണ് ഈ പരിശുദ്ധ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. സഹോദരന്മാരെ, മാർത്തോമൻ പൈതൃകം കേവലം 1-ാം നൂറ്റാണ്ടിൽ ഒതുങ്ങുന്ന ഒന്നല്ല. നസ്രാണി മാർഗം എന്ന ഭാരതീയ ക്രൈസ്തവതയുടെ ഇന്നും തുടരുന്ന അനുസ്യൂതമായ ഒരു സംസ്കാരമാണ് മാർത്തോമൻ പൈതൃകം. ആ സംസ്കാരം നൂറ്റാണ്ടുകളായി മലങ്കര നസ്രാണികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന തോമാ അവബോധമാണ്. തോമാ അവബോധം എന്ന മാർത്തോമൻ പൈതൃകം ദേശീയതയാണ്. തങ്ങളുടെ ഈ തോമാവബോധത്തിൽ ഉറച്ചു നിന്നാണ് പാശ്ചാത്യ അധിനിവേശ ശക്തികളോട് ഞങ്ങൾ മാർത്തോമായുടെ മാർഗമാണ്, കീഴടങ്ങുവാൻ തയ്യാറല്ല എന്ന് നസ്രാണികൾ ഉച്ചേസ്വരം പ്രഖ്യാപിച്ചത്. ഈ സത്വബോധവും ആത്മാഭിമാനവും ഇന്നും ഉള്ളിൽ ആളിക്കത്തുന്ന മാർത്തോമായുടെ മക്കളാണ് മഹാസമുദ്രമായി ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നത്. മാർത്തോമായുടെ മക്കൾ ഒരു ഭീഷണിക്ക് മുമ്പിലും ഭയപ്പെടുന്നവരല്ല എന്ന് വിനയപൂർവ്വം ബന്ധപ്പെട്ടവരെ എല്ലാവരെയും ഓർപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. യാതൊരു വിദേശ മേധാവിത്വത്തോടും സന്ധി ചെയ്യേണ്ട എന്ന നമ്മുടെ തീരുമാനമാണ് 20 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മലങ്കര സഭയെ അത് കടന്നുപോയ എല്ലാ വിഷമസന്ധികളിലേക്കും തള്ളിയിട്ടത്. നമ്മൾക്കുണ്ടതായ അടികളും നമ്മൾക്കേറ്റ അപമാനങ്ങളും നമ്മൾക്കുണ്ടായ നഷ്ടങ്ങളും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട വ്യവഹാരങ്ങളും ഭാരതീയ സംസ്കാരത്തിൽ അടിയുറച്ചു നിന്നതിന് ആത്മീയവും ലൗകികവുമായ അധിനിവേശ ശക്തികൾ നമുക്ക് തന്ന അല്ല, ഇന്നും തന്നുകൊണ്ടിരിക്കുന്ന ശിക്ഷകളാണ് പ്രിയമുള്ളവരെ. അതെല്ലാം നമ്മൾ ഇന്ന് ആരുടെ ചരമനവതി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുവോ ആ പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ഭരണകാലം മുഴുവൻ താൻ നിന്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ജീവൻ പോലും അപകടത്തിലാകുന്ന അവസ്ഥ സംജാതമാകുകയും ചെയ്തത് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം അടിയറ വെക്കുവാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നതിനാലാണ്. പൊനോടത്ത് മത്തായി കത്തനാർ, ചാലിൽ കോര, ആനപ്പാപ്പി, ഓനാൻ കുഞ്ഞ്,
ഏറ്റവും അവസാനം കുറിയാക്കോസ് ഈരട്ടനും ഇങ്ങ് മലങ്കര വർഗീസും, അതിനു മുമ്പ് പേരറിയാത്ത അനേകരും തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചത് മാർത്തോമൻ പൈതൃകമെന്ന സ്വാതന്ത്ര്യവും ദേശീയതയും സംരക്ഷിക്കുവാനാണ്. സഹോദരന്മാരെ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാകുന്നതിന് 16 വർഷം മുമ്പ് എപ്പിസ്കോപ്പസിയും മലങ്കര സഭയുടെ പരമ്പരാഗതമായ ജനാധിപത്യവും സമന്വയിപ്പിച്ച ഉദാത്തമായ മലങ്കര സഭ ഭരണഘടന 1934 പള്ളി പ്രതിപുരുഷ യോഗം, അതായത് വൈദികരും അവൈദികരും അടങ്ങുന്ന പള്ളി പ്രതിപുരുഷ യോഗം പാസാക്കി നടപ്പിൽ വരുത്തുവാൻ പരിശുദ്ധ സഭയ്ക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടെ ഓർക്കാം. സഹോദരന്മാരെ, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മലങ്കര സഭയുടെ വീരസന്താനങ്ങളായ അനേകരിൽ ഏതാനും അവൈദിക പ്രമുഖരെ മാത്രം പേര് പറഞ്ഞൊന്ന് അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ CM സ്റ്റീഫൻ, മലയാള മനോരമയുടെ പത്രാധിപരായിരുന്ന ശ്രീ KC മാമൻ മാപ്പിള, മുൻ മന്ത്രിയായിരുന്ന ശ്രീ E. ജോൺ ജേക്കബ്, ഡോക്ടർ PC അലക്സാണ്ടർ, ഏറ്റവും അവസാനം കേരള ജനത കക്ഷി രാഷ്ട്രീയമില്ലാതെ ഹൃദയത്തിൽ സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ. ഇവരുടെ മാത്രം പേരെടുത്ത് പറഞ്ഞത് പരിശുദ്ധ സഭയേക്കാൾ അവരുടെ അതുല്യമായ സേവനങ്ങളുടെ ഫലം പരിശുദ്ധ സഭയേക്കാൾ കൂടുതൽ ലഭിച്ചത് ഇന്ത്യയിലെയും കേരളത്തിലെയും പൊതുസമൂഹത്തിനാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവരുടെ പേരുകൾ പരാമർശിക്കുവാൻ ഇടയായത്. പരിശുദ്ധ പിതാവിൻ്റെ ക്ഷണപ്രകാരം ഇവിടെ വന്നുകൂടിയ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. മോസ്റ്റ് റെസ്പെക്റ്റഡ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, Honorable Governor of Kerala, needs no introduction to this august assembly of distinguished guests, bishops, priests, and several thousands of proud Malangara Nasranis. Former member of Lok Sabha, former Union Minister who handled over several portfolios ranging from energy to civil aviation. Long goes the list of positions he held and adorned. Occasionally, the governor speaks out of his mind without mincing his words, but he is well liked by the people of Kerala. Today, he has taken much trouble to come down here and inaugurate this unprecedented gathering of proud Malangara Nasranis. With folded arms, let me convey our gratitude to you, sir, and most respectfully welcome you to our remarkable meeting here. On this occasion, His Holiness Basilius Marthoma Matthews III gives the memento as an honor of Malangara Orthodox Church towards our Honorable Governor, Sri Arif Muhammad Khan. Sir, receive our memento as a token of gratitude for your gracious presence to this meeting. Thank you so much. അടുത്തതായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നീതിബോധവും സത്യസന്ധതയും ധാർമ്മികതയുമുള്ള ഒരു ഉന്നത വ്യക്തിത്വം. അത് മറ്റാരുമല്ല, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഉത്തമ സ്നേഹിതനും ഗോവ ഗവർണറുമായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറാണ്. സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ സഭയ്ക്ക് അങ്ങ് ചെയ്തു തന്നിരിക്കുന്ന ഉപകാരങ്ങൾക്ക് സഭ അങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നു. അതിനൊക്കെ പ്രതിഫലം തരാൻ ഞങ്ങൾക്കാവില്ല. എങ്കിലും സർവശക്തനായ ദൈവം അങ്ങയ്ക്ക് പ്രതിഫലം നൽകും. ഇത് ഞങ്ങളുടെ ആശംസ മാത്രമല്ല, ഞങ്ങളുടെ പ്രാർത്ഥനയുമാണ്. ഗ്രന്ഥകാരൻ, കവി, മികച്ച പ്രഭാഷകൻ, നിയമവിദഗ്ധൻ, 200ഓളം പുസ്തകങ്ങൾ കവിതയായും ലേഖനങ്ങളുമായും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വലിയ സാഹിത്യകാരൻ. ഇതിലൊക്കെ ഉപരിയായി ശ്രീധരൻപിള്ള സാറിനെ പരിചയപ്പെടുത്തുവാൻ കേരള ജനതയെ ആഗ്രഹിക്കുന്നത്, അവർ ചിന്തിച്ചിരിക്കുന്നത്, അവർ ഉൾക്കൊണ്ടിരിക്കുന്നത്, ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു വ്യത്യസ്തനായി അദ്ദേഹം ഒരു ധാർമ്മിക ബോധമുള്ള ഒരു ഉത്തമ മനുഷ്യസ്നേഹിയാണ് എന്ന് പല കാര്യങ്ങളിൽ കൂടി സാക്ഷ്യമുള്ളതാണ്. സഭയ്ക്ക് അങ്ങ് ചെയ്ത എല്ലാ പിന്തുണയ്ക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുകൂടി ഈ വന്നിരിക്കുന്ന മലങ്കര നസ്രാണികളുടെ പേരിൽ, പരിശുദ്ധ ബാബാതിരുമേനിയുടെ പേരിൽ അങ്ങയെ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Yes,
Honorable Governor of Goa, Sri P.S. Sridharan Pillai, is a friend of Malankara Orthodox Church, is a versatile genius. Now His Holiness Basilius Marthoma Matthews III gives a token of gratitude through this memento to our Honorable P.S. Sridharan Pillai. Thank you, sir. ഈ യോഗത്തിലേക്ക് നമ്മെ ക്ഷണിച്ചു വരുത്തിയ മലങ്കര നസ്രാണികളുടെ ജാതിക്ക് തലവനായ പരിശുദ്ധ ബാബാ തിരുമേനിയാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ. ഈ സ്ഥാനത്തിന് ഇപ്പോൾ അർഹതയും അധികാരമുള്ളത് മാർത്തോമാ ശ്ലീഹായുടെ യഥാർത്ഥ പിൻഗാമിയായ ഈ പരിശുദ്ധ പിതാവിന് മാത്രമാണ്. വേദശാസ്ത്രജ്ഞനും കരുണയുടെ വറ്റാത്ത ഉറവിടവും സമാനതകളില്ലാത്ത കർമ്മശേഷിയുടെ പ്രതിരൂപവുമായ പരിശുദ്ധ പിതാവിന് ഇവിടെ ഒരു സ്വാഗതത്തിന് പ്രസക്തിയില്ല. എങ്കിലും കേവലം ഔപചാരികതയുടെ പേരിൽ മാത്രം പരിശുദ്ധ പിതാവെ ഇവിടെ കൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് മലങ്കര നസ്രാണികളുടെ പേരിലുള്ള പ്രാർത്ഥനയും സ്വാഗതവും തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. Imitation is so natural, but it has limitations. അനുകരണം സ്വാഭാവികം. എന്നാൽ ഏക കാതോലിക്ക, ഏക മലങ്കര മെത്രാപ്പോലീത്ത ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാബാ തിരുമേനിയെ മലങ്കര നസ്രാണികൾ ആദരപൂർവ്വം സ്വീകരിക്കുന്നു. His Eminence Metropolitan Anthony is a prominent leader within the Russian Orthodox Church, serving as the Metropolitan and Chairman of the Department of External Church Relations. His Eminence plays a key role in fostering dialogue between the Moscow Patriarchate and other Christian denominations and faith worldwide. Known for his dedication to interfaith relations and diplomacy, Metropolitan Anthony is a respected figure within the global religious landscape. Your Eminence, it is an honor to welcome to you this grand meeting. Malankara Orthodox Church and the Russian Orthodox Church has been continuing good relationship for many years. Now His Holiness Basilius Marthoma Matthews III gives a token of gratitude to Bishop Anthony, Chairman of the Department of External Church Relations, Russian Orthodox Church. His Eminence Abba Melchizedek is the Archbishop of Ethiopian Orthodox Church in the United States. Archbishop Melchizedek is a respected leader within the Ethiopian Orthodox Church and is known for his wisdom, compassion, and dedication to his faith. He is a role model for many Ethiopian Orthodox Christians in the United States. Your Eminence, it is an honor to welcome you to this grand meeting. Ethiopian Orthodox Church belongs to the Oriental Orthodox family. Malankara Orthodox Church honor Metropolitan Abba Melchizedek and gives the memento as a token of gratitude for to be with us in this meeting. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ആശംസകൾ അർപ്പിക്കുന്ന പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകോസിന് വേണ്ടി ആശംസകൾ അർപ്പിക്കുന്ന സുന്നകോസിന്റെ സെക്രട്ടറി അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസ്റ്റോസംസ് മെത്രാപ്പോലീത്തയാണ്. ഈ എല്ലാ കാര്യങ്ങൾക്കും ആത്മാർത്ഥമായി നേതൃത്വം നൽകാൻ ഞങ്ങൾക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന നിരണം ഭദ്രാസനത്തിന്റെ അധിപനും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകോസ് സെക്രട്ടറിയുമായ അഭിമന്യ ക്രിസ്റ്റോസംസ് മെത്രാവേനിയെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുവാനുള്ളത് കേരളത്തിൻ്റെ തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവറുകളാണ്. മലങ്കര സഭയ്ക്ക് ഏറെ കടപ്പാടുള്ളതായ വ്യക്തിത്വം. സമയം പരിമിതമായതുകൊണ്ട് കൂടുതൽ വാക്കുകൾ ഞാൻ പറയുന്നില്ല. എങ്കിലും ഈ മഹാസമ്മേളനത്തിൻ്റെ വിജയത്തിൻ്റെ പുറകിലെ ഒരു പ്രധാനപ്പെട്ട ശില്പിയാണ് ബഹുമാനപ്പെട്ട VN വാസവൻ സാർ. സാറ് ചെയ്തിരുന്ന എല്ലാ സഹായങ്ങൾക്കും എല്ലാ സഹകരണങ്ങൾക്കും പിന്തുണയ്ക്കും അങ്ങയോട് പരിശുദ്ധ സഭയ്ക്ക് ഏറെ കടപ്പാടും നന്ദിയുമുണ്ട്. അതിപ്പോൾ മാത്രമല്ല, നിരവധി കാര്യങ്ങളിൽ അങ്ങ് ചെയ്തിട്ടുള്ളത് നിസ്തൂലമായി നന്ദിയോടെ സഭ ഓർക്കുന്നു.
സമയം പരിമിതമായതുകൊണ്ട് അനുവദിച്ച സമയം കഴിയുന്നതുകൊണ്ടും ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല. ബഹുമാനപ്പെട്ട സംസ്ഥാന വകുപ്പ് സഹകരണ വകുപ്പ് മന്ത്രി ഏറ്റവും ആദരണീയനായ BN വാസവൻ അവറുകളെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പേരിൽ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സഹകരണ വകുപ്പും ഫിഷറീസ് വകുപ്പും ബഹുമാനപ്പെട്ട BN വാസവൻ മലങ്കര സഭയുടെ ഏറ്റവും ആദരണീയനായ സ്നേഹിതൻ. അദ്ദേഹത്തിൻ്റെ ഭരണ മികവ്, പ്രഭാഷണ ചാതുര്യം, സംഘടനാ പാഠവശേഷി, മലങ്കര സഭയോടുള്ള ശ്രേഷ്ഠമായ ബന്ധം ബഹുമാനപ്പെട്ട BN വാസവന് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ആദരപൂർവം മെമൻറ്റോ നൽകി ആദരിക്കുന്നു. അടുത്തതായി സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്. മലങ്കര മക്കൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, മലങ്കര സഭയുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ശ്രീമതി വീണ ജോർജ്. സംസ്ഥാന മന്ത്രിസഭയിൽ ഏറ്റവും പ്രയാസവും ബുദ്ധിമുട്ടുള്ളൊരു വകുപ്പിൻ്റെ ചുമതലക്കാരി എന്ന നിലയിൽ ഏറ്റവും സുദീർഘമായി പ്രവർത്തിക്കുന്നു. സഭയ്ക്ക് മാഡം എല്ലാ കാര്യങ്ങളിലും ഒത്തിരി പിന്തുണയും സഹായവും നൽകുന്നുണ്ട്. സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട ജോർജ് ജോസഫിൻ്റെ പത്നി കൂടിയാണല്ലോ പ്രിയപ്പെട്ട വീണ ജോർജ്. സഭയുടെ പേരിൽ പ്രിയപ്പെട്ട വീണ ജോർജിനെ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹെൽത്ത് ആൻഡ് ചൈൽഡ് വെൽഫെയർ മിനിസ്റ്റർ Mrs. Veena George, the symbol of power of resilience, His Holiness Basilius Marthoma Matthews III gives the memento as a token of gratitude. കോട്ടയത്തിൻ്റെ MLA പ്രിയപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിന് എത്ര നന്ദി പറഞ്ഞാൽ സ്വാഗതം പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ഇന്ന് രാവിലെ ഏലിയ കത്തീഡ്രലിൽ വന്ന് ഗ്രൗണ്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളിലും ചുമതലയോടുകൂടി അന്വേഷിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഞാൻ ആ അവസരത്തിൽ ഓർക്കുകയായിരുന്നു, മാത്യൂസ് സീതിയൻ കാതോലിക്ക ബാബ തിരുമേനി കാലം ചെയ്തപ്പോൾ അന്ന് അദ്ദേഹം മന്ത്രിയായിരുന്നു. ഒരു ഓർത്തഡോക്സ് സഭയിലെ അംഗം കൂടെ നിൽക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ആദ്യാവസാനം പട്ടിണിക്ക് നിന്ന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മലങ്കര മക്കളുടെ പേരിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ MLA ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പരിശുദ്ധ ബാവ തിരുമേനി സഭയുടെ ആദരസൂചകമായ മെമൻറ്റോ നൽകി പ്രത്യേകം ആദരിക്കുന്നു. അടുത്തതായി സഭയുടെ യൗവനത്തിൻ്റെ പ്രതീകമാകുന്ന പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ എന്നതൊക്കെ അതിനോടൊപ്പം തന്നെ പുതുപ്പള്ളിയുടെ MLA ആയി വളരെ പ്രതീക്ഷയോടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പുതുപ്പള്ളിയുടെ മക്കളും കേരള രാഷ്ട്രീയത്തിലെ എല്ലാ നേതാക്കന്മാരും അതിലൊക്കെ ഉപരിയായി മലങ്കര നസ്രാണികൾ നെഞ്ചിലേറ്റ് സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയായ പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മനെ ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഭാഷയിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുതുപ്പള്ളിയുടെ MLA, പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയുടെ അംഗം, മലങ്കര ഓർത്തഡോക്സ് സഭ അധികം പ്രതീക്ഷിക്കുന്നു, അഭിമാനിക്കുന്നു. പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ആദരപൂർവ്വം ഉപഹാരം സമർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് സഭയുടെ വൈദിക ട്രസ്റ്റി അമ്മയിലച്ചനാണ്. ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട തോമസ് വർഗീസ് അമ്മയിലച്ചനും പ്രിയപ്പെട്ട റോണിയാണെങ്കിൽ തൻ്റെ ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഈ ദിവസങ്ങളിൽ ആ മനുഷ്യൻ സഹിച്ചിട്ടുള്ള കഷ്ടങ്ങൾ, പീഡകൾ, പ്രയാസങ്ങൾ സഭയ്ക്ക് പ്രാർത്ഥന മാത്രമേ തരാനുള്ളൂ. സ്വാഗതം പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ മുഖ്യ സംഘാടകരാണ് അവർ രണ്ടുപേരും. ഒറ്റ വാക്കിൽ പ്രിയപ്പെട്ട അമേലച്ചനെയും അതോടൊപ്പം തന്നെ മലങ്കര മക്കളുടെ പ്രിയങ്കരനായ റോണിയെയും ഒറ്റ വാക്കിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അമേലച്ചനും ബഹുമാനപ്പെട്ട റോണിക്കും പരിശുദ്ധ ബാവ തിരുമേനി മെമൻറ്റോ നൽകി ആദരിക്കുന്നു. റോണി വർഗീസ് യഥാർത്ഥത്തിൽ മലങ്കര നസ്രാണിയുടെ പുരുഷത്വത്തിൻ്റെ ശ്രേഷ്ഠമായ പ്രതീകമാണ്. കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും നടുവിൽ ഈ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ബഹുമാനപ്പെട്ട റോണിയെ പരിശുദ്ധ ബാവ തിരുമേനി ആദരിക്കുന്നു. നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ, MP-മാർ, MLA-മാർ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, ex-MLA-മാർ, ജില്ലാ നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ ഒക്കെയും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ സമയം കഴിഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് വന്നു ചേർത്തിക്കുന്ന എല്ലാവരെയും, എങ്കിലും കേരള രാഷ്ട്രീയത്തിലെ കാരണവരായി യൗവനത്തിൻ്റെ ചുറുചുറുക്കോടെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന
ഞങ്ങളുടെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന പ്രിയപ്പെട്ട PJ കുര്യൻ സാറ് ഏറെ പ്രയാസം അനുഭവിച്ചുകൂടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട PJ കുര്യൻ സാറും അതുപോലെ തന്നെ മലങ്കര നസ്രാണികൾ ഏറെ സ്നേഹിച്ചിരുന്ന KM മാണി സാറിൻ്റെ മകൻ പ്രിയപ്പെട്ട ജോസ് K മാണിയും ഇവിടെയുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ആൻ്റോ ആൻ്റണി, കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ തന്നെ മുൻ വൈസ് ചാൻസലറായിരുന്ന ശ്രീ തോമസ് സാറ്, നിയമസഭാ ചീഫായിരുന്ന ജയരാജ് സാറ്, വിഷ്ണുനാഥ്, ജോ മൈക്കിള്, ഒത്തിരി ML ആൻ്റോ ആൻ്റണി, ആദ്യം മുതലേ എല്ലാ കാര്യത്തിലും മുന്നിലുണ്ടായിരുന്നു. മുൻ മന്ത്രി തോമസ് ഐസക്ക്, പേരെടുത്ത് പറയാൻ പോയ ഒരു വലിയ നിര അങ്ങനെ നിൽക്കുകയാണ്. ദയവായി ക്ഷമിക്കണം. എല്ലാവരെയും ഒറ്റ വാക്കിൽ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകർ, മാധ്യമ കുടുംബത്തിലെ കാരണവന്മാർ പലരും ഇവിടെയുണ്ട്. പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവിന് വേണ്ടി ഞാൻ ആദ്യം സ്വാഗതം പോകേണ്ടിയിരുന്നത് ഇവിടെ വന്നുകൂടിയ നിങ്ങൾ ഓരോരുത്തർക്കുമായിരുന്നു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ എന്ന നമ്മുടെ പ്രതിസ്മരണ പുതുക്കുവാൻ വന്നുകൂടിയ എൻ്റെ സഹോദരന്മാരായ വീരനസ്രാണികൾ ആരും ഔപചാരികമായ ഒരു സ്വാഗതം പ്രതീക്ഷിക്കുന്നില്ല എന്നെനിക്കറിയാം. എങ്കിലും ഇവിടെ ഇന്ന് നമ്മളെ വിളിച്ചു ചേർത്ത പരിശുദ്ധ പിതാവിന് വേണ്ടി വന്നു ചേർന്ന നിങ്ങളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ഓതുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതിനെല്ലാ സഹകരണവും ചെയ്തു തന്ന കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സണും മുനിസിപ്പൽ വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള മുഴുവൻ കൗൺസിലേഴ്സിനും, കക്ഷി രാഷ്ട്രീയമില്ലാതെ മുഴുവൻ കൗൺസിലേഴ്സ് ഒറ്റക്കെട്ടായി നിന്നു. അവരെല്ലാവരോടുമുള്ളതായ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. 2 രാജ്ഭവനിൽ നിന്നും, ഗോവയിൽ നിന്നും അതോടൊപ്പം തന്നെ കേരള രാജ്ഭവനിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥർ, പേര് ഞാൻ എടുത്തു പറയുന്നില്ല, വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അഭിമന്യ പിതാക്കന്മാർ, മലങ്കര സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നകോസിന് ശേഷം ഈ 2 ദിവസം ഇവിടെ ഏറെ ക്ഷമയോടെ എല്ലാ പരിപാടികളും ഇവിടെ മാറ്റിവെച്ച് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഏറെ കഷ്ടപ്പെട്ട ഈ യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്ന മുഴുവൻ പിതാക്കന്മാരെയും ഒറ്റ വാക്കിൽ ഇവിടെ വന്നിരിക്കുന്ന മലങ്കര നസ്രാണികളുടെ പേരിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊയർ മെമ്പേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട MP ജോർജ് അച്ഛനാണ് നേതൃത്വം നൽകിയത്. അച്ഛൻ ഇന്ന് 10 മണിയോടുകൂടി രാവിലെ ഒരു പ്രയാസമുണ്ടായി, പെട്ടെന്ന് സർജറിക്ക് വിധേയനായി അപകടഘട്ടം തരണം ചെയ്തു. നിങ്ങളുടെ പ്രാർത്ഥന പ്രിയപ്പെട്ട MP ജോർജ് അച്ഛനും അതോടൊപ്പം തന്നെ മധുരമായ ഗാനം അറിയിക്കുന്ന കൊയർ സെറ്റിനും ഉണ്ടാവണം. അവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെയും എത്യോപ്യൻ ഓർത്തഡോക്സ് സഭകളുടെയും പ്രതിനിധികളായി വന്നവരെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം മാർത്തോമൻ പൈതൃക സ്മരണയിൽ ഞങ്ങളുടെ ജാതിക്ക് തലവനായ അത്യുന്യ മഹാപുരോഹിതനെ ഒന്ന് വിളിച്ചാൽ മലങ്കര നസ്രാണികൾക്ക് വെയിലൊരു വിഷയമല്ല, മഴയൊരു വിഷയമല്ല, അവർ വരും. അതെവിടെയാണെങ്കിലും ഈ കാണുന്ന ജനസാഗരം അതിന് സാക്ഷ്യമാണ്. പരിശുദ്ധ പിതാവേ, അങ്ങ് വിളിച്ചാൽ മക്കളായ ഞങ്ങൾ വരും. അതാണ് നസ്രാണിയുടെ മാർത്തോമൻ പൈതൃകം. അതാണ് നസ്രാണിയുടെ ദേശീയ സംസ്കാരം. അത് ഇന്നലെയുമായിരുന്നു, ഇന്നുമാണ്, നാളെ ആയിരിക്കും. നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.